ഹായ്. ഒരു ഫ്ലെക്സ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇനീഷ്യലി ഒരു കണ്ടെയ്നറിനെ ഫ്ലെക്സ് ആക്കി മാറ്റണമെങ്കിൽ ഫ്ലെക്സ് ബോക്സ് ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ഫ്ലെക്സ് ആക്കണം. സോ ഈ ഫ്ലെക്സ് എന്ന് മാത്രമല്ലാതെ കോമ്പിനേഷൻ സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ ഇൻലൈൻ ഫ്ലെക്സ്, ഇൻലൈൻ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പക്ഷേ ബേസിക്കലി നമ്മൾ ആ ഫ്ലെക്സിൻ്റെ ബിഹേവിയേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടെയ്നർ ഫ്ലെക്സ് ആക്കി കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ രണ്ട് തരം ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ഫ്ലെക്സ് എന്ന് പറയുന്നത് റാപ്പ് ചെയ്യുന്നത്. ഇനീഷ്യലി നിങ്ങൾ ഐറ്റംസ് നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ആ റാപ്പിംഗ് സാധനത്തിനാണ് ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറയുന്നുണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റംസും ഉണ്ടാവും. ഒബ്വിയസ്ലി ഇങ്ങനെയാണ് ഫ്ലെക്സ് കണ്ടെയ്നേഴ്സ് വർക്ക് ചെയ്യുന്നത്. ആദ്യം ഫ്ലെക്സ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യും, അതിന് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കും, അതിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റംസ് സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഫ്ലെക്സ് കണ്ടെയ്നറിന് ചില പ്രോപ്പർട്ടീസ് കൊടുക്കും, എങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് കാണിക്കണം, അതേപോലെ എങ്ങനെ അത് അലൈൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. സോ ഇന്ന് എങ്ങനെയാണ് അതിൽ ഐറ്റംസ് കാണിക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഇനീഷ്യലി ഈ ഫ്ലെക്സ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഏത് രീതിയിലാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സ് ഡയറക്ഷനെ രണ്ട് തരത്തിൽ കാണിക്കാം. ഇനീഷ്യലി ഡീഫാൾട്ടായിട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്നായിരിക്കും. റോ എന്ന് പറയുമ്പോൾ അതിലുള്ള ഓരോ ഐറ്റംസും സിംഗിൾ ലൈനിൽ ഒന്നിന് ശേഷം ഒന്നായിട്ട് ഇങ്ങനെ കാണിക്കും. ഇതാണ് ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്ന് പറയുമ്പോൾ സംഭവിക്കുക. ഇനി നെക്സ്റ്റ് അതല്ലാതെ അടുത്ത ഒരു രീതിയിൽ കാണിക്കുന്ന രീതിയാണ് ഫ്ലെക്സ് ഡയറക്ഷൻ കോളൻ എന്ന് പറയും. കോളൻ എന്ന് പറയുമ്പോൾ അത് കുത്തനെ കാണിക്കും, ഒന്നിൻ്റെ മുകളിൽ ഒന്നൊരു സ്റ്റാക്ക് ചെയ്ത രീതിയിൽ അതിന് ഡിസ്പ്ലേ ചെയ്യുന്നുള്ള ഒരു ഓർഡറാണ് കോളൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ രണ്ട് എക്സ്ട്രാ ഓർഡേഴ്സ് ഉണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഫ്ലെക്സ് ഡയറക്ഷനിൽ ഇത്രയും വാല്യൂസ് ഉണ്ടാവുക. റോയും കോളനാണ് മേജറായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആ വാല്യൂസ്. പിന്നെ റോ റിവേഴ്സും കോളൻ റിവേഴ്സും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റോ എന്നുള്ള രീതിയിൽ കാണിക്കുമ്പോൾ ആദ്യത്തെ ഐറ്റം ആദ്യം വരും, പിന്നെ രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ അങ്ങനെ കാണിക്കും. പിന്നെ റോ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഐറ്റം ആ ഒരു ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സ്പേസ് ഉണ്ടാവുമല്ലോ, അതിന് കാണുന്ന സ്പേസ്, അതിന് അവസാനം ആദ്യത്തെ ഐറ്റം വരും, പിന്നെ രണ്ടാമത്തെ ഐറ്റം വരും, പിന്നെ മൂന്നാമത്തെ ഐറ്റം വരും. എം ടി സ്പേസ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ റോ മാത്രമാണെങ്കിൽ എം ടി സ്പേസ് എൻഡിലായിരിക്കും ഉണ്ടാവുക. നോർമൽ നമ്മളെ കോണ്ടൻറ്റ് ഫ്ലോ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും റോ റിവേഴ്സ് എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ കോളത്തിൻ്റെ കേസിൽ കോളാവുമ്പോൾ ആദ്യത്തെ ഐറ്റം ആദ്യം, പിന്നെ നെക്സ്റ്റ് ഐറ്റം അതിൻ്റെ അടിയിൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. റോ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐറ്റം എൻഡിൽ കാണിക്കും, പിന്നെ അതിന് മുകളിൽ സ്റ്റാക്ക് അട്ടിക്ക് വെച്ച പോലെ കാണിക്കുന്നതാണ് റോ റിവേഴ്സ് എന്നുള്ളതിൻ്റെ ഫ്ലോ. സോ ഈ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഇനീഷ്യലി നിങ്ങൾ കൊടുക്കുന്ന ഫ്ലെക്സ് ഡയറക്ഷൻ അനുസരിച്ച് എങ്ങോട്ടാണ് ഐറ്റംസ് പോകുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ മെയിൻ ആക്സസ് എന്ന് പറയുക. ഈ കൊടുത്ത ഫ്ലെക്സ് കണ്ടെയ്നേഴ്സിൻ്റെ ഇനീഷ്യൽ ഫ്ലോ ആണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ കാണിക്കുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ, ഒരു ഡയറക്ഷൻ, അതിൻ്റെ ഐറ്റംസ് പോകുന്ന ഡയറക്ഷൻ. റോ എന്ന് കൊടുക്കുമ്പോൾ നേരെയാണ്, അപ്പോൾ ക്രോസ് ആക്സിസ്, അപ്പോൾ മെയിൻ ആക്സിസ് ഇതായിരിക്കും. ക്രോസ് ആക്സിസ് അല്ല, മെയിൻ ആക്സിസ് ഇതായിരിക്കും. പിന്നെ റോ റിവേഴ്സിന് കൊടുക്കുമ്പോൾ മെയിൻ ആക്സിസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും. കോളം കൊടുക്കുമ്പോൾ നേരെ കുത്തനെ ആയിരിക്കും. കോളം റിവേഴ്സ് വരുമ്പോൾ നേരെ മുകളിലോട്ട് പോയിൻ്റ് ചെയ്യും. സോ ഇതാണ് മെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. മെയിൻ ആക്സിസ് എന്നുള്ള ആ പേരെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മേജറായിട്ട് ആ ഒരു എങ്ങോട്ടാണ് ഫ്ലെക്സ് കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിൽ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതിനാണ് മെയിൻ ആക്സസ് എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി, പേരുകൾ മാറ്റർ ചെയ്യേണ്ട. സോ ഒബ്വിയസ്ലി മെയിൻ ആക്സസിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ ആ ഫ്ലെക്സ് ഐറ്റംസ് പോകുന്ന ഒരു ഡയറക്ഷനാണ് മെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലെക്സ് കണ്ടെയ്നേഴ്സ് ഫ്ലോ ചെയ്യാത്ത ഒരു എക്സ്ട്രാ ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ റോ ആണ് കൊടുത്തതെങ്കിൽ കോളമാണ് അതിൻ്റെ ക്രോസ് ആക്സിസ് അല്ലെങ്കിൽ സെക്കൻഡറി ആക്സിസ് എന്നൊക്കെ പറയുന്നത്. കോളാണ്, ഈ കോളായിട്ടാണ് അതിൻ്റെ ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുത്തതെങ്കിൽ അതിൻ്റെ ക്രോസ് ആക്സിസ് റോ ആയിരിക്കും. സോ ഇതാണ് ഈ മെയിൻ ആക്സിസ് ക്രോസ് ആക്സിസ് കോൺസെപ്റ്റ്. ഫ്ലെക്സിൽ ആകെപ്പാടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത് ക്ലിയർ ആക്കാവുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഇത് ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ഇനി ഇതിൽ പറയാനുള്ളത് ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. മിക്കവാറും ഭൂരിഭാഗം വെബ്സൈറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു റിക്വയർമെൻറ്റാണ്. നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ വ്യൂ പോർട്ടിൽ ഇപ്പോൾ നമ്മൾ ഒരു ലാപ്ടോപ്പിൽ നിന്നാണ് ഇത് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ലാപ്പിൻ്റെ സ്ക്രീൻ സൈസിന് പക്കിയിട്ടായിരിക്കും ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് സ്ക്രീനൊന്ന് ചെറുതാകുമ്പോൾ അതിൽ അവസാനത്തെ എലമെൻറ്റിന് കുറച്ച് ഭാഗം കട്ടായി പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവസാനത്തെ എലമെൻറ്റിന് നെക്സ്റ്റ് ലൈനിലോട്ട് കൊടുക്കുന്നതിനുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ
ഫ്ലെക്സിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ റാപ്പ് എന്നുള്ള പ്രോപ്പർട്ടി, ഫ്ലെക്സ് റാപ്പ് എന്നുള്ള പ്രോപ്പർട്ടി റാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിഡ്ത്ത് അവസാന എലമെൻറ്റിന് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലോട്ട് റാപ്പ് ചെയ്ത് വരും. അതേപോലെ നെക്സ്റ്റ് ഐറ്റത്തിന് അവിടെ നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലോട്ട് റാപ്പ് ചെയ്ത് വരും. ഇതാണ് ഫ്ലെക്സ് റാപ്പ് എന്ന പ്രോപ്പർട്ടി ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് ഇത്രയും വാല്യൂസാണുള്ളത്. ഒന്ന് നോ റാപ്പ്, ഇനീഷ്യലി ഡീഫാൾട്ടായിട്ട് അത് നോ റാപ്പ് ആയിരിക്കും. അത് ഒരു ഐറ്റം കഴിഞ്ഞ് പോകുമ്പോൾ അത് കട്ടായി പോകുന്നുണ്ടാവുക, അല്ലാതെ നെക്സ്റ്റ് ലൈനിലോട്ട് വരത്തില്ല. പിന്നെ റാപ്പ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് റാപ്പ് ഇനീഷ്യൽ ഐറ്റം നെക്സ്റ്റ് ലൈനിലോട്ട് വരിക എന്നുള്ളതാണ് റാപ്പ് റിവേഴ്സ് ആകുമ്പോൾ സംഭവിക്കുക. കട്ടാകുന്ന സമയത്ത് ആ ഐറ്റം വരാതെ അതിൻ്റെ ഇനീഷ്യൽ ഐറ്റം നെക്സ്റ്റ് ലൈനിലോട്ട് വരിക എന്നുള്ളതാണ് സംഭവിക്കുക. സോ ഇത്രയാണ് ഫ്ലെക്സ് റാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. മിക്കവാറും നമ്മൾ ഈ ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ സർവീസ് സെക്ഷൻ നമ്മൾ കാർഡ്സായിട്ടായിരിക്കും ചിലപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ സ്ക്രീൻ സൈസ് കുറഞ്ഞു വരുന്ന സമയത്ത് എൻഡിലെ കാർഡിൻ്റെ സ്പേസ് കട്ടായി പോകും. അപ്പോൾ ആ സമയത്ത് അത് നെക്സ്റ്റ് ലൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ യൂസർക്ക് നല്ല ഈസി ആയിട്ട് വ്യൂവബിൾ ആയിട്ടുള്ള രീതിയിൽ വെബ്സൈറ്റ് കാണാൻ പറ്റും. സോ ഇങ്ങനത്തെ യൂസ് കേസിനാണ് പൊതുവെ റാപ്പ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാറ്. ഇനി ഐറ്റംസ് ലിസ്റ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് എലമെൻറ്റ് കട്ടായി പോകുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലോട്ട് വരുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനി അവസാനം ഒരു പ്രോപ്പർട്ടിയോട് പറയാനുള്ളത്, ഫ്ലെക്സ് കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിലുള്ള ഐറ്റങ്ങൾക്ക് ഗ്യാപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫ്ലെക്സ് കണ്ടെയ്നർ ഡിഫൈൻ ചെയ്ത് അതിനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കണം. മിക്കവാറും എല്ലാ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഗ്യാപ്പ് കൊടുക്കുമല്ലോ, അപ്പോഴാണല്ലോ വെബ്സൈറ്റ് കുറച്ചുകൂടി നീറ്ററാവുക. ആ ഒരു സെപ്പറേഷൻ കിട്ടുമ്പോൾ ഇന്ന കാർഡ് കഴിഞ്ഞ് അടുത്ത കാർഡാണ്. പക്ഷേ മറ്റത് കാർഡുകൾ തമ്മിൽ ഇങ്ങനെ കൊളാപ്സ് ചെയ്ത് തട്ടി നിൽക്കുകയാണെങ്കിൽ യൂസർക്ക് കറക്റ്റ് മനസ്സിലാവില്ല അത് എന്താ സംഭവം. കാരണം ഒരു കാർഡ് ഇങ്ങനെ തട്ടി നിൽക്കുന്നു. സോ ബേസിക്കലി അത് ഒറ്റ കാർഡാണെന്നൊക്കെ വിചാരിച്ചു. സോ ആ ഒരു സ്പേസിങ് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവുക. അതിന് നിങ്ങൾക്ക് മാർജിൻ വെച്ചു അത് കൊടുക്കാമെങ്കിലും ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻഡ്യൂട്ടീവ്, കുറച്ചുകൂടി വൃത്തിയിൽ ആ സാധനങ്ങൾ കാണും. ഇൻ ബിറ്റ്വീൻ മാത്രമേ സ്പേസ് വരത്തുള്ളൂ. സോ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. റോ ഗ്യാപ്പ്, കോളൺ ഗ്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് വേർഷനാണ് ഈ ഗ്യാപ്പ് എന്നുള്ള സിംഗിൾ പ്രോപ്പർട്ടി. ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്യാപ്പ് എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങളിങ്ങനെ 10 പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോ ഗ്യാപ്പും കോളം ഗ്യാപ്പും ഉണ്ട്. ഈ റോസിൻ്റെ ഇടയിൽ ഈ ഒരു ലൈനും നെക്സ്റ്റ് ലൈനും തമ്മിലുള്ള ഗ്യാപ്പിനാണ് റോ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഒരു കോളൻ അടുത്ത കോളനും തമ്മിലുള്ള ഗ്യാപ്പിനാണ് കോളം ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി റോൻ്റെയും കോളത്തിൻ്റെയും ഇടയിൽ 10 പിക്സൽ ഗ്യാപ്പ് വരും. നെക്സ്റ്റ് നിങ്ങൾക്ക് കോളത്തിനും റോക്കും സെപ്പറേറ്റ് വേറെ ഗ്യാപ്പുകളാണ് കൊടുക്കേണ്ടതെങ്കിൽ ഈ ഗ്യാപ്പിനുള്ളിൽ 2 വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ റോ ഗ്യാപ്പായിട്ടും നെക്സ്റ്റ് വാല്യൂ കോളം ഗ്യാപ്പായിട്ടും അത് പരിഗണിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കോളം ഗ്യാപ്പോ റോ ഗ്യാപ്പോ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ റോ ഗ്യാപ്പ് കോളം ഗ്യാപ്പ് പറഞ്ഞ സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ റോ ഗ്യാപ്പും കോളം ഗ്യാപ്പും സിംഗിൾ ഒരു CS സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള വഴിയാണ് ഈ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് എഴുതിയിട്ട് സിംഗിൾ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സോ ഇത്രയാണ് ഈ ഗ്യാപ്പിനെയും ഫ്ലെക്സ് ഡയറക്ഷനും അതേപോലെ ഫ്ലെക്സ് റാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ഇതിലിപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് റാപ്പ് ആവുന്നില്ല. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനത്തെ സെനാരിയോ, അപ്പോൾ നിങ്ങളൊരു ഒരു ഫ്ലെക്സ് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ ഐറ്റം ഇങ്ങനെ സ്ക്രീൻ സൈസ് ചെറുതാകുമ്പോൾ കട്ടായി പോലെ ഇങ്ങനെ നെക്സ്റ്റ് ലൈനിലോട്ട് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ ബിഹേവിയർ എങ്കിൽ ഈ ഫ്ലെക്സ് കണ്ടെയ്നർ, ഇപ്പോൾ ഞാൻ ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലെക്സ് കണ്ടെയ്നറിനെ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ട് റാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് നെക്സ്റ്റ് ലൈനിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റോ റിവേഴ്സ് അങ്ങനെ തന്നെയാണോ നമുക്ക് വെരിഫൈ ചെയ്യാം. റാപ്പ് റിവേഴ്സ് ഓക്കെ ബേസിക്കലി റാപ്പ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഐറ്റം അല്ല നെക്സ്റ്റ് ലൈനിലോട്ട് വരിക, കംപ്ലീറ്റ് ഐറ്റംസ് അതിൻ്റെ എൻഡിൽ ആ കോണ്ടൻറ്റിൻ്റെ എൻഡ് പോർഷനിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് അവസാനത്തെ ഐറ്റം മുകളിലോട്ട് പോകുന്ന രീതിയിലാണ് റാപ്പ് റിവേഴ്സിൽ ഉണ്ടാവുക. സോ ഞാൻ ഇനീഷ്യലി പറഞ്ഞത് തെറ്റാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഡയറക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ നിങ്ങൾ സർവീസസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രീനാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ മൊബൈൽ ഡിവൈസിലോട്ട് വരുമ്പോൾ സർവീസസ് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് അതിനെ ഒരു കോളൻ, അതിൻ്റെ ആക്സസ് കോളൻ കുത്തനെ ലിസ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റണമെങ്കിൽ ഫ്ലെക്സ് ഡയറക്ഷൻ കോളൻ എന്ന് കൊടുക്കാം. സോ അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഡിവൈസിൽ ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മീഡിയ ക്വറി, ഒരു ബ്രേക്ക് പോയിൻ്റ് ആഡ് ചെയ്യുന്നു മൊബൈൽ ഡിസൈനിലോട്ട്, അതിൻ്റെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളാക്കി മാറ്റുന്നു. നിങ്ങൾ HTML ഒരു ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല. CSS ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഡിസൈന്
നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ മൊബൈൽ ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ അതിൽ ഗ്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷോർട്ട് ഹാൻഡ് വേർഷനാണ് കൊടുത്തിട്ടുള്ളത്. റോ ഗ്യാപ്പും കോളം ഗ്യാപ്പും 20 പിക്സൽ എന്നുള്ള രീതിയിൽ. സോ ഇത്രയാണ് ഒരു ഗ്യാപ്പും ഡയറക്ഷൻ എന്നൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്ലെക്സ് ഡയറക്ഷൻ എന്താണെന്നും അതേപോലെ ഫ്ലെക്സ് റാപ്പും ഗ്യാപ്പും എന്തൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചോദിക്കാം. That's it. Bye.